ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മ്യാൻമർ എക്സെപ്റ്റ് ഫ്രം വേൾഡ് ട്രാവൽ ആൻഡ് ഇറവറൻറ്റ് ഗൈഡ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമുക്ക് ആ ചാപ്റ്ററിൻ്റെ പേര് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വേൾഡ് ട്രാവൽ ആൻഡ് ഇറവറൻറ്റ് ഗൈഡ് എന്നുള്ള പോർഷൻ ഒന്ന് ഇറ്റാലിസൈസ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ബുക്കിൻ്റെ പേരാണ്. നമ്മുടെ അതിലെ റൈറ്റേഴ്സിൻ്റെ പേര് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആൻ്റണി ബോർഡെയിനും അതേപോലെ തന്നെ ലോറി വോളോറും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്, അല്ലെങ്കിൽ ഒരു ബുക്കാണ് വേൾഡ് ട്രാവൽ ആൻഡ് ഇറവറൻറ്റ് ഗൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ, ഒരു എക്സെപ്റ്റാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. ബുക്കിൻ്റെ ഒരു ഭാഗമാണ്, അതിൽ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് നമുക്ക് പഠിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ആൻ്റണി ബോർഡെയിൻ ആണ്. അപ്പോൾ അത് നമ്മുടെ ആ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ തന്നെ അവരെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ബുക്ക് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ആൻ്റണി ബോർഡെയിൻ എന്ന് പറയുന്നത് ഒരു വേൾഡ് റെനൗണ്ട് ആയിട്ടുള്ള, ലോക പ്രസിദ്ധി നേടിയിട്ടുള്ള ഷെഫാണ്, അതേപോലെ തന്നെ ഓഥറാണ്, മീഡിയ പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അവിടെ അദ്ദേഹം എന്താ പറയുക, മറ്റുള്ളവർക്ക് നമുക്ക് കാണിച്ചു തരുന്ന ഫുഡുകളെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകളെ കുറിച്ച് അതിൻ്റെയൊക്കെ ഒരുപാട് ഫാൻസായിട്ട് ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അത്രയും വൈഡ്ലി പോപ്പുലർ ആയിട്ടുള്ള ഒരു TV ഷോ ആയിട്ടുള്ള നോ റിസർവേഷൻസ്, അതേപോലെ തന്നെ പാർട്സ് അൺനോൺ എന്നൊക്കെ പറയുന്ന ഷോകളൊക്കെയും ചെയ്യുന്ന, അതിൻ്റെയൊക്കെ ഹോസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ആൾ കൂടിയാണ് അദ്ദേഹം എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അത്തരത്തിൽ അവർ രണ്ടുപേരും കൂടെ ഇട്ടില്ല, എസ്പെഷ്യലി ആൻ്റണി ബോർഡെയിൻ പോയ ഒരു യാത്രേനെ കുറിച്ച്, മ്യാൻമറിലേക്ക് പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു യാത്രേനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു സെക്ഷനാണ് നമുക്ക് ഈ പഠിക്കാനുള്ള ഒരു ഭാഗം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആൻ്റണി ബോർഡെയിൻ്റെ വിസിറ്റ് ടു മ്യാൻമറിലേക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വിസിറ്റാണ് നമുക്ക് മെയിനായിട്ടും ഈ സെക്ഷനിൽ വരുന്നത്. അവിടുത്തെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, അവിടുത്തെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് മെയിനായിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാക്കി നമുക്കിത് ടെക്സ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. The very first episode of Parts Unknown was shot in late 2012 in Myanmar, a country that had been closed to outsiders for decades and was on the cusp of a new, more open era. അപ്പോൾ ഇത് പറയുന്നത് പാർട്സ് അൺനോൺ എന്ന് പറയുന്ന ഷോയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൂ. അത്തരത്തിലൊരു വേൾഡ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷോ ഉണ്ടായിരുന്നു, ഇദ്ദേഹം ഹോസ്റ്റായിട്ട് നിൽക്കുന്ന ഷോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് 2012. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് മ്യാൻമറിലത്തെ ആ ഒരു ഇൻസിഡൻസ്, അവിടുത്തെ കാര്യങ്ങളാണ് ആ ഷോയിനകത്ത് പറയുന്നത് എന്നാണ് പറയണം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ മ്യാൻമർ എന്ന് പറയുന്നത് അതുവരെയും പുറത്തുള്ള ആളുകൾക്ക് ക്ലോസ്ഡ് ആയിരുന്നു. ഇത് ഔട്ട്സൈഡേഴ്സിന് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിൽ റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് ആളുകൾക്ക്, പുറത്തുനിന്നുള്ളവർക്ക് അകത്തോട്ട് കിടക്കാം അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് റെഗുലേഷൻസ് മാറി വന്ന ഒരു കാലഘട്ടമാണ് 2012 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ടോണി ആൻഡ് ഹിസ് പ്രൊഡക്ഷൻ ക്രൂ അറൈവ്ഡ് ജസ്റ്റ് ഡേയ്സ് ആഫ്റ്റർ ദ ഡിപ്പാർച്ചർ ഓഫ് പ്രസിഡന്റ് ബറാക് ഒബാമ, ദ ഫസ്റ്റ് എവർ സിറ്റിംഗ് US ലീഡർ ടു വിസിറ്റ്. ഇപ്പോൾ ടോണി എന്ന് പറയുന്നത് ആൻ്റണി, നമ്മൾ ഓൾറെഡി പറഞ്ഞു അദ്ദേഹത്തിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് നിക് നെയിമാണ് ടോണി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ക്രൂവും കൂടിയിട്ട് അവിടെ വന്ന് ലാൻഡ് ചെയ്ത സമയം എന്ന് പറയുന്നത് ബറാക് ഒബാമ, അന്നത്തെ ഒരു US സിറ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന, ലീഡറായിട്ടുണ്ടായിരുന്ന ആ ഒരു ബറാക് ഒബാമ അവിടെ വിസിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നതിൻ്റെ പിന്നാലെയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ടാണ് ഇവർ അവിടെ ലാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഫോർ ഓൾമോസ്റ്റ് 100 years under British rule, this was the capital Rangoon. In 1948, after helping the British fight off the Japanese and with a new taste for self-determination, the country gained independence. അപ്പോൾ ഒരുപാട് വർഷക്കാലങ്ങളായിട്ട് ബ്രിട്ടീഷ് റൂളിൻ്റെ അണ്ടറിലായിരുന്നു ആ ഒരു സ്ഥലം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ബ്രിട്ടീഷുകാരനെ ജപ്പാനീസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് ഹെൽപ്പ് ചെയ്തു കൊടുത്തതിന് ശേഷമാണ് ആ ഒരു കൺട്രിക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അതുവരെ അവരെന്തായിരുന്നു, ബ്രിട്ടീഷ് റൂളിൻ്റെ താഴെയായിരുന്നു. ആഫ്റ്റർ എ ഡിക്കേഡ് ഓഫ് instability, however the military consolidated power and never let go. അപ്പം അങ്ങനെ കുറേ പതിറ്റാണ്ടുകളോളം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു അസ്ഥിരത, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരാണ് നമ്മളെ റൂൾ ചെയ്യുന്നതെന്നും അറിയാത്തൊരു സിറ്റുവേഷനിൽ നിന്നും പിന്നീട് എന്ത് ചെയ്യാണ്, മിലിറ്ററിക്കും അതേപോലെ തന്നെ ആ രാജ്യത്തിന് സ്വയം എന്ത് ചെയ്യാണ്, അവരുടെ ആ ഒരു അവകാശവും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണത്. Elections, they came and went. The results ignored, opposition punished or silenced entirely. അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇലക്ഷൻസ് എന്ന് പറയുന്നതൊക്കെ, ഇലക്ഷനൊക്കെ നടക്കും, അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കും, അത് വരും പോവും. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇഗ്നോറബിൾ ആണ്, അത് നമുക്ക് ഒഴിവാക്കി വിടാം. അതായത് ഏത് വിഭാഗം ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ആരാണോ ഭരണവർഗം അവരേനെ ഒപ്പോസ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും, അവർ പണിഷ് ചെയ്യപ്പെടും, അവർ സൈലൻസ് ചെയ്യപ്പെടും, അത്ര മാത്രമാണ് സംഭവിക്കുന്നത്.
ആരവിടെ ഭരണത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് റിസൾട്ട് നമുക്ക് ഒഴിവാക്കി വിടാവുന്ന കാര്യമാണ് എന്ന് പറയണം. ബർമ, നൗ മ്യാൻമർ, ഓവൽ ഹാഡ് വൺസ് സെർവ്ഡ് ആസ് എ കൊളോണിയൽ പോലീസ്മാൻ. അപ്പോൾ ആദ്യം ഇത് ബർമ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ആ പേരാണ് പിന്നീട് മ്യാൻമർ എന്നുള്ള പേരിലോട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജോർജ് ഓർവെൽ എന്ന് പറയുന്നത് ജോർജ് ഓർവെലാണ്. അപ്പോൾ അദ്ദേഹം ഒരു കൊളോണിയൽ പോലീസ്മാൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കൊളോണിയൽ പോലീസ്മാൻ ആയിട്ട് ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ ചാപ്റ്ററിൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക റൈറ്റർ അവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. വെർ ഹി ഹാഡ് ഫസ്റ്റ് ഗ്രോൺ ടു despise the apparatus of a security state became more Orwellian than even he could have imagined. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അവിടെയുള്ള ഒരു സെക്യൂരിറ്റി സ്റ്റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സിസ്റ്റത്തിനെയും കാര്യങ്ങളെയൊക്കെയും എതിർക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് അദ്ദേഹം മാറുന്നത് എനിക്ക് നിന്ദിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഡെസ്പൈസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയും അത് പിന്നീട് അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ജോർജ് ഓർവെലിനെ കുറിച്ചാട്ടോ പറയണം. Just as the door is opening, my crew and I are among the first to record what has been unseen for decades by most of the world. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും കാലം അവിടെ മ്യാൻമർ എന്ന് പറയുന്നത് അടച്ചിട്ടിരിക്കുകയാണ്, അത് പുറത്തുനിന്നുള്ള ആളുകൾക്ക് എത്താൻ പറ്റാത്ത തരത്തിൽ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അത്രയും ജിജ്ഞാസയോട് കൂടിയിട്ടായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ക്രൂ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവിടേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കാൻ പോകുന്ന ഔട്ട്സൈഡേഴ്സിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ട് എന്നാണ് പറയുന്നത്, നമ്മുടെ ടോണി ഉണ്ട് എന്നാണ് പറയുന്നത്. Meanwhile, this Southeast Asian country of 80 million people is collectively holding its breath, waiting to see what is next. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ ഒരു എന്താ പറയുക, എന്താണ് അതിനകത്ത് ഇത്രയും കാലം അടച്ചു പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്, അവിടുത്തെ രഹസ്യം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ശ്വാസം പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്ന ഓരോ വ്യക്തിയും അവിടേക്ക് ഉറ്റുനോക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ റൈവൽ അദ്ദേഹം വന്ന ആ ഒരു സമയത്തെക്കുറിച്ചും അവിടെ നിന്ന് കിട്ടിയ സ്വീകരണം അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ താമസം കാര്യങ്ങളെന്നൊക്കെയാണ് പറയണം. Yangon International Airport has no direct flights from the States, but there are plenty of connections from Doha, Singapore, Seoul, Hong Kong, Bangkok and other Asian hub cities. അപ്പോൾ ഈ യാങ്കോൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെയാണ് ഇവർ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കണക്ഷൻ വരുന്ന ഫ്ലൈറ്റുകളൊന്നും അവിടെ നിന്നില്ല. എസ്പെഷ്യലി എന്ത് മാത്രമേ ഉള്ളൂ, ദോഹയിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്ന്, സെയോൾ, അങ്ങനെ ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രമുള്ള കണക്ഷൻ ഫ്ലൈറ്റുകളല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടേക്ക് വരാൻ പറ്റുന്ന ഫ്ലൈറ്റ്സ് നമുക്ക് ഇല്ല എന്നാണ് പറയുന്നത്. The airport is about 10 miles from the city center. അപ്പോൾ സിറ്റി സെൻറ്ററിൽ നിന്ന്, മെയിൻ സിറ്റിയിൽ നിന്നും ഒരു 10 മൈലോളം ദൂരെയാണ് നമ്മൾ വന്നിറങ്ങിയിട്ടുള്ള എയർപോർട്ട് ഉള്ളത്. അറേഞ്ച് ഫോർ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ വിത്ത് യുവർ യാങ്കോൺ ഹോട്ടൽ ഓർ ടേക്ക് എ മെറ്റേർഡ് ടാക്സി. either trip will take from 30 to 50 minutes. നമുക്ക് ഇവർ താമസിക്കാൻ വേണ്ടിയിട്ട് യാങ്കോൺ ഹോട്ടലിൽ ഇവർ താമസിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഒന്നെങ്കിൽ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, കറക്റ്റായിട്ട് നമുക്ക് മീറ്റർ ടാക്സി വിളിച്ചിട്ട് അങ്ങനെ പോകുന്ന തരത്തിൽ ഏത് തരത്തിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് എന്തായിരിക്കും, ഏകദേശം ഒരു 30 മുതൽ 50 മിനിറ്റ് വരെ യാത്ര ആവശ്യമായിട്ട് വരും ആ ഹോട്ടലിലേക്ക് എത്താം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ട്രാഫിക് നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് രീതിക്ക് നമ്മൾ ഹോട്ടലിലോട്ട് എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു അത്യാവശ്യം നല്ല സമയം എടുക്കുമെന്നാണ് പറഞ്ഞത്, ട്രാഫിക് കാരണം. എ ടാക്സി ഫ്രം ദ എയർപോർട്ട് ടു യുവർ ഹോട്ടൽ ഷുഡ് ബി അബൌട്ട് 10,000 Myanmar kyat. Tipping is not customary, but you may round up to the nearest whole number. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഏകദേശം നല്ലൊരു എമൗണ്ട്, ഒരു 10,000ഓളം, ഈ ക്യാഡ് എന്ന് പറയുന്നത് അവിടുത്തെ കറൻസിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 10,000ഓളം പൈസ എന്തായിട്ട് വരും ഈ ഒരു എയർപോർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ ഹോട്ടലിലേക്ക് പോകാൻ പറ്റുന്ന ആ ഒരു ടാക്സിക്ക് നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് മേ ബി ആ ഒരു എമൗണ്ട് നമ്മൾ എന്താ പറയുക കറക്റ്റ് പൈസ ആയിട്ട് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിലും അടുത്ത് വരുന്ന ഹോൾ നമ്പറിലേക്ക് റൗണ്ട് ചെയ്തിട്ട് അവർ നല്ലൊരു എമൗണ്ട് തന്നെ അവിടെ നിന്ന് വാങ്ങിക്കാനുള്ള സാധ്യതയാണ്. 10,000ഓളം നമുക്ക് ആ ഒരു റേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയണം. Foreign visitors and foreign capital have streamed into the country since the release of Aung San Suu Kyi and the end of military rule in 2011. But since 2016, tourism has been slowed by news of ethnic violence and the displacement of Rohingya Muslims in Rakhine State at the hands of the police and military. അപ്പോൾ ഈ ഫോറിൻ വിസിറ്റേഴ്സൊക്കെ നമ്മുടെ ഓങ് സാൻ സൂക്കി എന്ന് പറയുന്നത് ഒരു നോൺ വയലൻറ്റ് സ്ട്രഗിളൊക്കെ നടത്തിയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് കേട്ടോ. അവർ അവിടുത്തെ എന്താ പറയുക ഫ്രീഡത്തിന് വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ട് എന്താ പറയുക ജയിലിലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ റിലീസിന് ശേഷം അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫോറിൻ വിസിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വരികയും അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ കാണാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അങ്ങോട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻഡ് ദ എൻഡ് ഓഫ് മിലിറ്ററി റൂൾ ഇൻ
2011 ഇവരെ എന്താ പറയുക ഓങ് സാൻ സൂക്കീനെ അവിടെ നിന്ന് ഓൾറെഡി റിലീസ് ചെയ്തു, ജയിൽ മോചിതയാവുകയും അതേപോലെ തന്നെ ആ ഒരു മിലിറ്ററി റോള് 2011 കൂട്ടി എൻഡ് ചെയ്തു. അതാണ് നമ്മൾ പറഞ്ഞ 2012 ഓപ്പൺ ചെയ്തു കൊടുത്തു നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, അതാണ് ആ 2011-12 പ്രത്യേകത എന്ന് പറഞ്ഞത്. മിലിറ്ററി റൂൾ 2011 കൂടി എൻഡ് ചെയ്തു. അപ്പോൾ അതിനുശേഷം 2016 ആയപ്പോഴേക്കും, അപ്പോൾ ആ ഒരു ആദ്യം പറഞ്ഞൊരു കാലഘട്ടത്തിൽ മിലിറ്ററി റൂൾ എൻഡ് ചെയ്ത് മറ്റുള്ളവർക്ക് തുറന്നു കൊടുത്ത സമയം എന്ന് പറയുന്നത് അത്രയും പുറത്തുനിന്ന് ടൂറിസ്റ്റേഴ്സും ഫോറിനേഴ്സൊക്കെ വന്ന സമയമായിരുന്നു. അതിനുശേഷം ഒരു 2016 ആയപ്പോഴേക്കും വീണ്ടും ഈ ടൂറിസം എന്ന് പറയുന്ന ഓപ്ഷൻ ഡള്ളാവുകയാണ് ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള ആളുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറയുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു എത്നിക് വയലൻസ്, വർഗീയപരമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ, അവിടെ ലഹളകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ റോഹിംഗ്യ മുസ്ലിംസിനെയൊക്കെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്ന നാട് കടത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പോലീസ് അവിടെ ഉണ്ട്, മിലിറ്ററി അവിടെ ഉണ്ട്, ഫോഴ്സ് അവിടെ ഉണ്ട്. അവിടെ കലഹം നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നൊരു ന്യൂസ് പുറത്ത് എത്തിയതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, 2016 ശേഷം ഇത്തരത്തിൽ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളൊന്നും അകത്തേക്ക് വരാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ടൂറിസം എന്ന് പറയുന്ന സംഭവം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്ന സിറ്റുവേഷനാണ് നമ്മളവിടെ കണ്ടത്. ന്യൂലി കൺസ്ട്രക്റ്റഡ് ഹോട്ടൽസ് ആർ ലാർജ്ലി എംപ്റ്റി. അപ്പം ഇത്തരത്തിൽ അത്രയും കാലം ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളുടെ ഒഴുക്കിന് വേണ്ടിയിട്ട് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുള്ള ഹോട്ടലുകളൊക്കെ ഇപ്പം എന്താണ്, എംപ്റ്റിയാണ്, ശൂന്യമായി പോയിരിക്കാൻ, ആരും വരുന്നില്ല. അപ്പോൾ ആൻഡ് ഔട്ട്സൈഡ് ടൈറ്റ്ലി ഡെസിഗ്നേറ്റഡ് സോൺസ്, പുറത്താണെങ്കിലോ എല്ലാം ഭയങ്കര കർശനമായിട്ട് നിയമങ്ങളൊക്കെ നടക്കുന്ന അത്തരത്തിലുള്ള സ്ഥലങ്ങളായിട്ട് എല്ലാ സ്ഥലങ്ങളും മാറിയിട്ടുണ്ട്. വിസിറ്റിംഗ് റിമൈൻസ് എ ഡേഞ്ചറസ് ആൻഡ് ഇൻ സം കേസസ് എക്സ്പ്രസ്ലി ഫോർബിഡൻ പ്രൊപ്പോസിഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആളുകൾ വിസിറ്റ് ചെയ്യാൻ വരിക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട്, ഭയങ്കര ഭയാനകമായിട്ടുള്ള എപ്പോഴാണ് എന്ത് സംഭവിക്കാം എന്നുള്ള രീതിക്കുള്ള സിറ്റുവേഷനായിട്ട് മാറുകയാണ്. മാത്രമല്ല ചില സ്ഥലങ്ങളിൽ നിരോധനാജ്ഞമായിരിക്കും, അത് നിരോധിക്കുകയാണ്, ആ ഭാഗങ്ങളിലേക്ക് പ്രവേശനമില്ല എന്നുള്ള രീതിക്ക് വരെ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. Consult the advice of the your country's embassy or government department before planning travel. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും അങ്ങോട്ട് പുറപ്പെടുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ എംബസി ആയിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ച് അറിഞ്ഞ് അവരുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രം പുറപ്പെടുക എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത സബ് ഹെഡിങ് വരുന്നത് 3 ക്ലാസിക്സ് ഇൻ യാങ്കോൺ. ടോണീസ് പ്രിഫേർഡ് പ്ലേസ്, അത് യാങ്കോണിൽ വരുന്ന 3 ക്ലാസിക്സ് ആയിട്ട് നമുക്ക് അറിയേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച്, 3 സ്ഥലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു സബ് ഹെഡിങ്ങിന് താഴെ വരുന്നുണ്ട് കേട്ടോ. ടോണീസ് പ്രിഫേർഡ് പ്ലേസ് ടു സ്റ്റേ വാസ് സ്ട്രാൻഡ്. ദ സ്ട്രാൻഡ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെയാണ് താമസിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എ റെലിക് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ബിൽറ്റ് ഇൻ 1901. 1901 ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ കാലഘട്ടത്തിൽ അവരുടേതായ രീതിയിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഹോട്ടലാണത്. മച്ച് ലൈക്ക് ഇറ്റ്സ് ഗ്രാൻഡ് കൗണ്ടർ പാർട്സ് ഇൻ സിംഗപ്പൂർ, ഫിനം പെൻ, Saigon and Bangkok, the Strand has been decades of high grandeur and extreme neglect. അപ്പോൾ ഇവരുടെ വേറെയും ബ്രാഞ്ചുകളുണ്ട്, അതായത് സിംഗപ്പൂരിലും അതേപോലെ തന്നെ വേറെയും കുറേ ബാങ്കോക്കിലൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ വേറെ കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ഈ സ്ട്രാൻഡ് എന്ന് പറയുന്ന സ്ഥലം എന്താണ്, ഹാസ് ബീൻ ഡീക്കേഡ്സ് ഓഫ് ഹൈ ഗ്രാൻഡ്, വളരെ എന്താ പറയുക പതിറ്റാണ്ടുകളായിട്ട് വളരെ നല്ല ഒരു അടിപൊളി ലുക്കിൽ അല്ലെങ്കിൽ ഒരു മഹത്വം തോന്നിക്കുന്ന തരത്തിൽ ഒരു പ്രൗഢിയോടുകൂടി നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ അത്രയൊന്നും ആരും അതിനെ ശ്രദ്ധിക്കാതെയും പോകുന്ന, ഒരേ സമയം തന്നെ അത് അത്രയും എന്താ പറയുക ഗ്രാൻഡ്യൂറിൽ നിൽക്കുന്നതാണ്, പക്ഷേ നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു സ്ഥലമുള്ളത്. After 2016 renovation, it is currently operating in the former camp. അപ്പോൾ ഇപ്പോൾ 2016 ഒന്നും കൂടെ പുതുക്കി പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ എന്താണ്, ഫോമർ ക്യാമ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് സ്ട്രാൻഡ്, അതിൻ്റെ അഡ്രസ്സൊക്കെയാണ് ഫസ്റ്റ് 3 ലൈനിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, അത് എവിടെയാണ്, അതിൻ്റെ ടെലിഫോൺ നമ്പർ കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളൂ. അവർ താമസിക്കുന്ന ഹോട്ടലാണ് ദ സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് മോർണിംഗ് ഇൻ യാങ്കോൺ ഹാസ് ഓൾവേസ് ബീൻ അബൌട്ട് ടീ. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞ പ്രഭാതങ്ങൾ എപ്പോഴും ചായയുമായിട്ട് റിലേറ്റഡ് ആണ് അവിടെ. ഇറ്റ്സ് ബ്ലാക്ക് ഇന്ത്യൻ സ്റ്റൈൽ ടീ യൂഷ്വലി വിത്ത് എ തിക്ക് ഡോളപ്പ് ഓഫ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പം ബ്ലാക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ടീകളൊക്കെ അവിടെ നമുക്ക് അവൈലബിൾ ആണ്. വളരെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആവശ്യത്തിന് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം തിക്കായിട്ടുള്ള തരത്തിലുള്ള ടീ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ടോണീസ് ഗോ ടു സ്പോട്ട് ഫോർ ടീ ആൻഡ് എ ഹാർട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഇൻ യാങ്കോൺ വാസ് സെയ് താങ് ക്യാ ടീ ഷോപ്പ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ അദ്ദേഹം പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സെയ് താങ് ക്യാ ടീ ഷോപ്പാണ്, അവിടുത്തെ ടീ ഷോപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ഒന്നാമത് പറയുന്ന ആ ഒരു നമ്മളിപ്പോൾ ടൈറ്റിൽ എന്തായിരുന്നു, 3 ക്ലാസിക്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസിക്സ് ആയിട്ടുള്ള ഒരു ക്ലാസിക് ഐറ്റം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് നമ്മുടെ സ്ട്രാൻഡ് ഹോട്ടലാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞ ക്ലാസിക് ആയിട്ട് നമ്മൾ ചെല്ലേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് സെയ് താങ് ക്യാ ടീ ഷോപ്പാണ്. ഇൻ ദ ബാക്ക് എ കോൾഡ്രൺ ഓഫ് സോൾട്ടി ലിറ്റിൽ ഫിഷ് ബബിൾ ഓവർ ഹാർഡ് വുഡ് കോൾസ്. അപ്പം അവിടെ ഇങ്ങനെ പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ ചായ കുടിക്കാനൊക്കെ പോയിരിക്കും, നമുക്ക് കാണാം പുറകിലായിട്ട് ആ ഒരു വിറകടുപ്പ് പോലത്തെ സെറ്റപ്പ് നമ്മൾ ഇവിടുത്തെ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും. ആ ഒരു സെറ്റപ്പിനകത്ത് എന്തുണ്ട്, ബ്ലാക്ക്
ബ്ലാക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോൾഡ്രൺ ഓഫ് സാൾട്ടി ലിറ്റിൽ ഫിഷ് എന്ന് പറയുന്നത് ഈ ഫിഷ് കൊണ്ടുള്ളൊരു ഡിഷാണ്. അതിങ്ങനെ അവിടെ ഒരു കുടം പോലത്തെ ഒരു പാത്രത്തിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയണം. ഫിംഗേഴ്സ് വർക്ക് മൗണ്ടെയിൻസ് ഓഫ് സ്വീറ്റ് ബീൻ വൺ ഓഫ് ദ ഫില്ലിങ്സ് ഫോർ ദ വെറൈറ്റി ഓഫ് pastries that are stuffed, shaped and put into an old stone oven. അതേപോലെ തന്നെ ഒരുപാട് വിരലുകൾ, അതായത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വീറ്റ് ബീനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സ്വീറ്റ് ബീൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ടൈപ്പ് ഓഫ്, നമ്മൾ ബീൻസ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ടൈപ്പ് ഓഫ് ബീനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സ്വീറ്റ് ബീൻ അവർ പല പല ഡിഷുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ അവർ സംഭവങ്ങളിൽ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നു, സ്വീറ്റ് ബീൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നേരെയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിരലുകൾ അല്ലെങ്കിൽ ഒരുപാട് വർക്കേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നിട്ട് ഇവർ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവിടുത്തെ പ്രത്യേകതരം സ്റ്റോൺ ഓവനുകളുണ്ട്, പഴയ സ്റ്റോൺ ഓവനുകളുണ്ട്, ഇങ്ങനെ വേവിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ. അതിൽ വെച്ചിട്ട് ഇത് വേവിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് പറയുന്നത് കേട്ടോ. ഇൻ അനദർ കോർണർ ദ ഹാർട്ടനിങ് സ്ലാപ്പ് ഓഫ് ഫ്രഷ് ബ്രെഡ് പ്രസ്ഡ് അഗൈൻസ്റ്റ് ദ ക്ലേ വോൾ ഓഫ് തന്തൂർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഓവനാണ് കേട്ടോ, ഒരു ടൈപ്പ് ഓഫ് ഓവനാണ്. ഈ വേവിച്ചെടുക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ വേറെ എന്താണ്, ഇത്തരത്തിലുള്ള ബ്രെഡ് കൊണ്ടുള്ള ഡിഷുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ബ്രെഡുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു എന്താ പറയുക വോളിലേക്ക് ഇങ്ങനെ എറിഞ്ഞ് പറ്റിച്ച് പിടിപ്പിക്കുന്ന ആ ഒരു സെറ്റപ്പൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് എഗ്സ് ബോബ് ആൻഡ് സ്പിറ്റ് ഇൻ ദ മാജിക്കൽ ഹെൽ ബ്രോത്ത് ഓഫ് ഫിഷ് സ്പൈസ് ആൻഡ് ഹെർബ് മൊഹിംഗ. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ എന്താ പറയുക ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ എഗ്സ് ബോബ്, അതേപോലെ തന്നെ സ്പിറ്റ് ഇൻ ദ മാജിക്കൽ ഹെൽ ബ്രോത്ത് ഓഫ് ഫിഷ് സ്പൈസ് ഹെർബ് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഈ മൊയിങ്ക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദിസ് ഐ മസ്റ്റ് ഹാവ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നാം മൊയിങ്ക, ഇതൊന്ന് നമുക്ക് കഴിച്ചു നോക്കണം, ഇതെനിക്ക് എന്തായാലും കഴിക്കണം എന്നുള്ള ഒരു പ്ലാനിലേക്കൊക്കെ അദ്ദേഹം എത്തുന്നുണ്ട്. റൈസ് നൂഡിൽസ് ആർ ആഡഡ് ടു ദ ബ്രോത്ത്. അതേപോലെ തന്നെ സൂപ്പ്, ബ്രോത്ത് എന്ന് പറഞ്ഞാൽ സൂപ്പാണ്. അപ്പോൾ റൈസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ റൈസ് നൂഡിൽസ് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്രോത്തിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അലോങ് വിത്ത് എനി കോമ്പിനേഷൻ ഓഫ് ക്രിസ്പി ബീൻസ്, സിലാൻഡ്രോ ആൻഡ് അതർ ഹെർബ്സ്, ലൈം വെഡ്ജസ് ആൻഡ് ബിറ്റ്സ് ഓഫ് ഫ്രൈഡ് ഓഫൽ. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള പല പല സാധനങ്ങളും നമുക്ക് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുന്നത്. എവിടുത്തെ കാര്യം പറയണത്, സെയ്ത്യാങ് ക്യാ ടീ ഷോപ്പിലത്തെ കാര്യമാണ് പറയണത്. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസിക് ആയിട്ടുള്ള സ്ഥലമായിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിടുത്തെ അഡ്രസ്സാണ് ആ ഒരു 3 ലൈനിൽ കൊടുത്തിട്ടുള്ളത്. യാങ്കോൺസ് മോർണിംഗ് സ്റ്റാർ ടീ ഹൗസ് ഇസ് ദ പ്ലേസ് ടു ഫൈൻഡ് ദ മസ്റ്റ് ഹാവ് ബോൺ ഡീപ് ഓൾഡ് സ്കൂൾ ഫേവറേറ്റ് അറൗണ്ട് ഹിയർ ലാഫ് അറ്റ് സ്റ്റോക്ക് ആൻഡ് സാലഡ് ഓഫ് ഫെർമെൻറ്റഡ് ടീ ലീവ്സ്. അപ്പോൾ എന്താ പറയുക, ടീ ലീവ്സ് യൂസ് ചെയ്തിട്ടുള്ള സാലഡ്, അതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്കറിയാം ടീ ലീഫ് തേയില ഇല യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ നമ്മൾ അങ്ങനെ കാണാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. I know that does not sound good, but you would be wrong to think that. എന്ന് പറയാൻ നിങ്ങൾ ടീ ലീവ്സ് യൂസ് ചെയ്തിട്ടുള്ള സാലഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കതൊരു ഇതായിട്ട് തോന്നിയേക്കാം. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ അടിപൊളിയായിട്ടുള്ള സാധനം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, അവിടുത്തെ ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. Take the fermented tea leaves and cabbage, tomatoes and lots of crunchy bites like toasted peanuts seasoned with lime and fish sauce. അത് ഉണ്ടാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എവിടുത്തെ കാര്യമാണ് പറയുന്നത്, മോർണിംഗ് സ്റ്റാർ ടീ ഹൗസിലത്തെ കാര്യമാണ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ക്ലാസിക് ആയിട്ടുള്ള സ്ഥലമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്ലാസിക് ആയിട്ടുള്ള സ്പോട്ട് എന്താണ്, ദ സ്ട്രാൻഡ് ആണ്. സെക്കൻഡ് പറയുന്നത് സെയ്ത്യാങ് ക്യാ ടീ ഷോപ്പാണ്. പിന്നെ തേർഡ് പറയുന്നത് മോർണിംഗ് സ്റ്റാർ ടീ ഹൗസ് ആണ്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് മെയിനായിട്ട് സ്ഥലങ്ങൾ വെച്ചിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 സ്ഥലങ്ങളെ കുറിച്ച് ആ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക. ലാസ്റ്റ് 2 ലൈനിൽ പറയുന്നതും സെയിം ഈ ഒരു മോർണിംഗ് സ്റ്റാർ ടീ ഹൗസിൻ്റെ ഒരു അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അടുത്തതായിട്ട് വരുന്ന സബ് ഹെഡിങ് ട്രെയിൻ ടു ബാഗാൻ ആൻഡ് ദ ടെമ്പിൾസ്. അപ്പോൾ ഇനി ബാഗാനിലേക്ക് പോകുന്ന അവിടുത്തെ സ്ഥലമാണ്, ബാഗാനിലേക്ക് പോകുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി അതിൽ പറയുന്നത്. ദ നൈറ്റ് എക്സ്പ്രസ് ടു ബാഗാൻ 600 കിലോമീറ്റേഴ്സ് ഓഫ് വാട്ട് വിൽ ടേൺ ഔട്ട് ടു ബി കിഡ്നി സോഫിംഗ് ട്രാവൽ ബൈ റെയിൽ. അപ്പോൾ ഒരു അത്യാവശ്യം ദൂരം ട്രാവൽ ചെയ്ത് ട്രെയിനിലാണ് അവർ പോകുന്നത്. ബട്ട് ബാഗാൻ മ്യാൻമാർസ് ആൻഷ്യൻ ക്യാപിറ്റൽ, മ്യാൻമാറിൻ്റെ പണ്ടത്തെ ക്യാപിറ്റലാണത്. ഐ ഹാവ് ബീൻ ടോൾഡ് എസ് എ മസ്റ്റ് സീ. അതെന്തായാലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഔട്ട് ഓഫ് ദ വിൻഡോ ദ മോഡേൺ വേൾഡ് സീംസ് to fade away, then disappear altogether like the last century never happened or even the century before that. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനലക്കൂടെ പുറത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നും കുറേ കാലമായിട്ട് ഒരു മോഡേൺ വേൾഡ് ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അതായത് അതിൻ്റെയും കുറേ പഴക്കം ചെന്ന കാഴ്ചകൾ, അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് സംഭവിച്ചിട്ടേ ഇല്ല എന്ന് നമുക്ക് തോന്നും. അതായത് ആ ഒരു നൂറ്റാണ്ടിന് മുൻപ്
ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. വി ആർ ട്രാവലിംഗ് അക്രോസ് ദ ലാർജസ്റ്റ് മെയിൻലാൻഡ് നേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മെയിൻലാൻഡ് നേഷനിൽ കൂടെയാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇഫ് യു ഡിസൈഡ് ടു ട്രാവൽ ബൈ റെയിൽ യുവർ ട്രിപ്പ് മേ വെൽ പ്രൊസീഡ് ലൈക്ക് ടോണീസ് ഡിഡ് അറ്റ് എ കോമിക്കലി സ്ലോ പേസ്. അപ്പോൾ അവർ നമ്മുടെ റൈറ്റർ പറയുകയാണ്, നിങ്ങൾ റെയിലാണ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും നമ്മളിപ്പോൾ ടോണി പ്ലാൻ ചെയ്തത് മാതിരി തന്നെ ഒരു വളരെ സ്ലോ ആയിട്ട് വിത്ത് മെനി ലോക്കൽ സ്റ്റോപ്സ്, ഒരുപാട് ലോക്കൽ സ്റ്റോപ്പുകളിലൊക്കെ നിർത്തി ഗ്രാജുവലി പിക്കിംഗ് അപ്പ് അലാമിംഗ് സ്പീഡ് ഫോർ എ റെയിൽവേ വിത്ത് ലെസ് ദാൻ സീലാ സേഫ്റ്റി റെക്കോർഡ്. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് എല്ലാ സ്ഥലങ്ങളും നിർത്തി അങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നവരാണെങ്കിലാണ് ഇത്തരത്തിലൊരു യാത്ര നമുക്ക് ടോണീനെ പോലെ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എ ജേർണി മെൻ ടു ടേക്ക് 10 hours മേ വെൽ ടേക്ക് ട്വൈസ് ദാറ്റ് ടൈം. 10 മണിക്കൂർ കൊണ്ട് പോകേണ്ടത് മേ ബി അതിൻ്റെ സമയം ചിലപ്പോൾ എടുത്തേക്കാം. എനി ഡിസ്കംഫർട്ട് ക്യാൻ ബി ഈസ്ഡ് ബൈ എ സ്റ്റഡി സ്ട്രീം ഓഫ് ബിയർ, സ്നാക്സ് ആൻഡ് ദ കൈൻഡ് ഓഫ് ഡാർക്ക് ജോക്സ് മെയ്ഡ് ഇൻ ദ ഫേസ് ഓഫ് വൺസ് ഓൺ പൊട്ടൻഷ്യൽ ഡിമൈസ്. അപ്പം അതിനൊക്കെ ബോറടി മാറ്റണമെന്നുണ്ടെങ്കിൽ ബിയറോ അല്ലെങ്കിൽ സ്നാക്സോ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയേക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് സംസാരിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഒരുപാട് ടൈം നമുക്ക് അവിടെ എടുക്കും. ടിക്കറ്റ്സ് ഫോർ ദിസ് ആൻഡ് അതർ ജേർണീസ് ക്യാൻ ബി പർച്ചേസ് ഇൻ അഡ്വാൻസ് അറ്റ് യാങ്ങോൺസ് മ്യാൻമാർ റെയിൽവേസ് ബുക്കിംഗ് ഓഫീസ് ബിറ്റ്വീൻ ദ hours of 7 AM and 3 PM. അപ്പോൾ ഇത് നമുക്ക് ഇത്തരത്തിലുള്ള യാത്രയൊക്കെ അവിടെ എന്താ പറയുക ഓൾറെഡി നമുക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മ്യാൻമാർ റെയിൽവേയിൽ പോയിട്ട് നമുക്ക് ഇതൊക്കെ ബുക്കിംഗ് ഓഫീസിൽ പോയിട്ട് ആദ്യം തന്നെ നമുക്ക് അതൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് നല്ലതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർവി ആയ റെപ്യൂട്ടബിൾ ട്രാവൽ ഏജൻസി ഓഫർ ഫോർ ആൻ അഡീഷണൽ ഫീ. അല്ല ഇപ്പോൾ അവിടെ പോയിട്ടല്ല നമ്മൾ ചെയ്യാൻ, നമ്മൾ ട്രാവൽ ഏജൻസി വഴിയാണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ കുറച്ചും കൂടെ എക്സ്ട്രാ ഫീസ് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. ആസ് ഫോർ ദ ബാഗൻ ടെമ്പിൾസ്, pagodas and monasteries themselves built over 1,000 years ago in a period of 2.5 centuries of a pain to Theravada Buddhism. അപ്പോൾ അദ്ദേഹം അവർ പറയുകയാണ് അതായത് പഗോഡാസ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ ഒരു 1000 years ഒക്കെ മുന്നേ ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇന്നലെ 1/2 centuries ആയിട്ട് എന്താ പറയുക സോങ് ഓഫ് പ്രൈസ്, നമ്മൾ ഈ പെയിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോങ് ഓഫ് പ്രൈസ് എന്നുള്ളൊരു മീനിങ്ങിലാണ് തെരാവാഡ ബുദ്ധിസം. തെരാവാഡ ബുദ്ധിസം എന്ന് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ബുദ്ധിസമാണ്. ബുദ്ധിസത്തിൻ്റെ തന്നെ വേറൊരു ബ്രാഞ്ച് ആയിട്ട് വരും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ബുദ്ധിസം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പിൾസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുടെയൊക്കെയും എന്താ പറയുക ഒരു മിക്സ് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ thousands of years മുന്നേ ബിൽഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയുക ടെമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. ടോണി ആൻഡ് ഫിലിപ്പ് ലജൂനി, the his sidekick and former boss at Les Hales in New York, found them refreshingly devoid of tourist hordes in 2012. You would expect this an ancient city of nearly unparalleled size and beauty to be overrun with the tourists, souvenir shops, snack bars, tours on tape. But no, for the most part, you are far more likely to bump into the god than a foreigner. പറയാണ് ആദ്യമൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്തായിരിക്കും, തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മളൊരു ഫോറിനർ ആവുന്നതിനേക്കാട്ടിലൊക്കെ എത്രയോ പേരായിട്ട് നമ്മളതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. മേ ബി നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഒരു റഷോ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓവർ 3000 പഗോഡാസ്, ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് റിമെയിൻ ടുഡേ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അത്രയും പഴക്കമുള്ള എത്രയോ പഗോഡാസ്, ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിസ്റ്റ് ടെമ്പിളുകൾ 3000 എന്നാ പറഞ്ഞ 3000 പഗോഡാസ് എന്ത് ചെയ്യുന്നത്, അതേപോലെ ടെമ്പിൾസ് കാര്യങ്ങൾ, മൊണാസ്ട്രീസ്, അതൊക്കെ സന്യാസികൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ആയിരക്കണക്കിന് വർഷങ്ങൾ മുന്നേ ഉണ്ടാക്കിയത്. ഇൻസൈഡ് ഓൾമോസ്റ്റ് എവരി വൺ ഓഫ് ദം എ ബുദ്ധ ഫിഗർ, ഈച്ച് വൺ ഡിഫറെൻറ്റ്. അപ്പോൾ ഓരോന്നിൻ്റെ ഉള്ളിലും ഓരോ ബുദ്ധ ഫിഗർ ഉണ്ട്, ഓരോന്നും എന്താണ് ഡിഫറെൻറ്റ് ആയിട്ടുള്ളതാണ്. The beauty, the scale, the physical manifestations of religious faith, it is a powerful experience and one that Tony rightly pointed out was made possible in part by slave labor. I am thinking you built this many temples, thousands of them, in a relatively short period of time. അദ്ദേഹം പറഞ്ഞാൽ അവിടുത്തെ ഭംഗിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, അത് അത്രയും രസമായിട്ടുള്ള കാര്യമാണ്. റിലീജിയസ് ഫെയ്ത്ത് ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും ഒക്കെ അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിലൊക്കെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെയും എവിടെയോ ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റുന്നത് സ്ലേവ് ലേബറാണ്, അടിമകളെ വെച്ചിട്ടുള്ള ജോലിയാണ്. അപ്പോൾ അവർ ചോദിക്കണം ഇത്രയും സ്ഥലങ്ങൾ, ഇത്രയും ടെമ്പിൾസ്, ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കണമെങ്കിൽ ഇതിൽ അത്രത്തോളം ആളുകൾ പണിയെടുത്തിട്ടുണ്ടാവും. ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും സ്ഥലങ്ങൾ അവിടെ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെ പണിയെടുത്തിട്ടുണ്ടാവും. യു നോ, ചാൻസസ് ആർ സംബഡി
വാസ് വർക്കിംഗ് ഫോർ ലെസ് ദാൻ മിനിമം വേജ്, ലെറ്റസ് പുട്ട് ഇറ്റ് ദാറ്റ് വേ. അപ്പോൾ അദ്ദേഹം പറയണം മേ ബി കുറഞ്ഞ പൈസയ്ക്ക് ആരെങ്കിലും, അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, സ്ലേവ്സിനെ, അടിമകളെ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടാവുക, അതിനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. After your temple visit, head to Sharabha for a different kind of paradise. This is the best restaurant in the country so far. അടുത്ത റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, ഷെരാബ എന്ന് പറയുന്നത്. Nestled among the temple ruins, you are more than likely to catch a very enticing whiff. Slow simmered curry served with a side of soy soup made from roselia leaves. With it, you get fried ground chilies, pickled beans, sprouts. You get the idea. അപ്പോൾ അവിടുത്തെ ഒരു ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം, സെറബേലത്തെ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അവിടെയും എല്ലാ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് ആ ഒരു പ്ലേസിൻ്റെ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ലൊക്കേഷനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത്. അദ്ദേഹം അവിടെ നിന്ന് കണ്ടിട്ടുള്ള മെയിനായിട്ടുള്ള സ്ഥലങ്ങളുടെ പേരുകളൊക്കെയും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നുള്ളൂ. താങ്ക്